അടുത്തത് കുംഭക്കൂറാണ്. അക്വാരിസ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് നാമം. അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദവും ചതയവും പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗം 1, 2, 3 പാദങ്ങൾ ചേർന്ന അക്വാരിസ് അഥവാ കുംഭക്കൂറ്. ഇവർക്ക് 7-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ആണ്. ഔദ്യോഗികമായിട്ടുള്ള പങ്കാളിത്തങ്ങൾ, അതുപോലെ വ്യാപാര കരാറുകൾ, ഇതൊക്കെ വളരെ പ്രധാനമാണ്. അതൊക്കെ പുതുതായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു ദൈവാധീന കുറവും ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ശത്രുകൃതമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ ശത്രുക്കളില്ലാതെയാവുക, മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ മത്സരങ്ങളിലോ ബിഡിങ്ങിലൊക്കെയും ഇവർക്ക് നേട്ടം ഉണ്ടാകും. അതുപോലെ തൊഴിൽ രംഗത്ത് അംഗീകാരം ഉണ്ടാകുന്ന ഒരു നല്ല യോഗമാണിത്. ജോലിസ്ഥലത്ത് ദീർഘകാലമായിട്ട് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. സർക്കാർ നടത്തുന്ന ചില പരീക്ഷകൾ, അഭിമുഖങ്ങൾ, ഇൻ്റർവ്യൂ മുതലായിട്ടുള്ള കാര്യങ്ങൾ, നിയമപരമായിട്ടുള്ള വിഷയങ്ങൾ, ഇതിലൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. മിഥുനത്തിലാണ് കുജൻ. ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളിലൊക്കെ കുറച്ച് അഡ്വാൻസ് ചെയ്യും, അല്ലെങ്കിൽ സ്പീഡാകും. അത് ചിലപ്പോൾ ആശയവിനിമയ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ അത് അത്ര അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ആശയവിനിമയത്തിലൊക്കെ കുറച്ച് സംയമനത്തോടുകൂടി വേണം. അത് സംയമനം പാലിക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് കുറച്ച് ദോഷമൊക്കെ ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. ധനപരമായിട്ട് വരുമാനമൊക്കെ സ്ഥിരമായിട്ട് തുടരും. പുതിയ ചില വരുമാന സ്രോതസ്സുകളുണ്ടാകാൻ അഥവാ കണ്ടെത്താൻ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും വീട്, കാറ് മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചില ചിലവുകളൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. ദീർഘകാലമായിട്ടുള്ള സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം. അത് പരിചയ സമ്പന്നരുടെ ഉപദേശത്തോടു കൂടി മാത്രമേ അതിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. ആരോഗ്യം പൊതുവേ മെച്ചം തന്നെയാണ്. ജോലി ഭാരം കൊണ്ടുണ്ടാകുന്ന ഉറക്കക്കുറവ് അതൊക്കെ വരും എന്നുള്ളതല്ലാതെ മറ്റ് വലിയ രോഗങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് പരസ്പര ബന്ധവും പരസ്പര ധാരണയും ഒക്കെ കൂടുന്നതായിട്ടും വർദ്ധിക്കുന്നതായിട്ടും ഒക്കെ കാണാവുന്നതാണ്. മക്കളുടെ പഠനം, അതുപോലെ കലാപരമായിട്ടുള്ള നേട്ടങ്ങൾ, ഇതിൽ നിന്നൊക്കെ സന്തോഷ വാർത്ത കേൾക്കാനും അത് പങ്കിടാനും സാധിക്കുന്നുണ്ട്. ബന്ധുക്കളുമായിട്ടുള്ള ചില പഴയ അഭിപ്രായ ഭിന്നതകൾ മറന്ന് അതൊക്കെ പരിഹരിച്ച് അനുകൂലമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് ദുർഗാ ഭഗവതിയെ ആരാധിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. കുറച്ചൊരു ദാരിദ്ര്യം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണങ്ങളോ ഒക്കെ വാങ്ങിച്ച് അത് ദാനമായി കൊടുക്കുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകും.